എന്റെ മുഴുവൻ ശ്രോതാക്കളും ഈ ഹദീസ് പഠിച്ചു വെക്കണം. നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ സുജൂദിൽ അധികരിപ്പിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ സുജൂദിൽ പറയാറുണ്ട്, ഇതാ പറഞ്ഞിരുന്നത്, അല്ലാഹുമ്മ ഗ്ഫിർലീ ദംബീ കുല്ലഹു, അല്ലാഹുവേ എന്റെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരേണമേ. അല്ലാഹുവിന്റെ റസൂല് പാപം ചെയ്തിട്ടില്ല, റസൂല് പാപം ചെയ്യുന്ന ആളുമല്ല. ഈ ഉമ്മത്തിന്റെ മാതൃകയായി കൊണ്ട് റസൂലല്ലാ നമ്മളോട് പറയുന്നു, നിങ്ങൾ സുജൂദിൽ അങ്ങനെ ചെയ്തോളൂ. റസൂൽ അത് ചെയ്ത് കാണിച്ചു തരികയാണ്. മുസ്ലിമീങ്ങൾക്ക് മാതൃകയായിട്ടല്ലയോ റസൂലുള്ള വന്നത്. ആ റസൂൽ സുജൂദിൽ ചോദിക്കുന്നു റബ്ബിനോട്, അല്ലാഹുമ്മ ഗ്ഫിർലീ, പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണം, ദൻബീ കുല്ലഹു, എന്റെ എല്ലാ പാപങ്ങളും പുറത്തു തരണേ. ദിഖ്ഖഹു വജില്ലഹു, ദിഖ്ഖഹു വജില്ലഹു എന്നൊക്കെ പറഞ്ഞാൽ അതിലെ സഗീറായ പാപങ്ങളും, വജുല്ലഹു എന്നും റിപ്പോർട്ടിൽ കാണാം, ജില്ലഹു എന്നും റിപ്പോർട്ടിൽ കാണാം. രണ്ട് പറഞ്ഞാലും ആശയം ശരിയാണ്. എന്താണ് അതിന്റെ ഉദ്ദേശമെന്നോ? ചെറുതും വലുതുമായ പാപങ്ങൾ. ദിഖ്ഖഹു ഏറ്റവും ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങളിൽ ചെറിയത്, സൂക്ഷ്മമായത്. വജില്ലഹു അല്ലെങ്കിൽ വജുല്ലഹു ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങളിൽ വലിയത്, ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പൊറുക്കണേ. അവ്വലഹു വആഖിറഹു, എന്റെ പാപങ്ങളിൽ ഞാൻ ആദ്യം ചെയ്തതും അവസാനം ചെയ്തതും പൊറുക്കണം. വഅലാനിയതഹു വസിറഹു, എന്റെ പാപങ്ങളിൽ ഞാൻ പരസ്യമായി ചെയ്തതുമുണ്ട്, രഹസ്യമായി ചെയ്തതുമുണ്ട്. ഇങ്ങനെ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, ആദ്യം ചെയ്തതും അവസാനം ചെയ്തതും, ചെറിയ പാപങ്ങളും വൻദോഷങ്ങളും അടങ്ങുന്ന എന്റെ പാപങ്ങളുടായിട്ട് ഏതൊക്കെയുണ്ടോ അതൊക്കെ അറിയുന്നവൻ നീയല്ലയോ, അതെല്ലാം നീ എനിക്ക് പുറത്തു തരേണമേ റബ്ബേ എന്ന് വളരെ ചുരുക്കിയ വാക്കുകളിലൂടെ വിപുലമായ എന്ത് തന്നെ തെറ്റുകളുടേതായ ശേഖരങ്ങൾ ഒരാൾക്കുണ്ടെങ്കിലും, വിപുലമായ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും, അതാ വിനയത്തോടുകൂടി റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കടന്നുകൊണ്ട് മനുഷ്യൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ചോദിക്കണം, പഠിച്ചു വെക്കുക. അല്ലാഹുമ്മ ഗ്ഫിർലീ ദംബീ കുല്ലഹു, ദിഖ്ഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. അലാനിയത്തും സിറും എന്ന് പറഞ്ഞാൽ രഹസ്യവും പരസ്യവും എന്നാണ്. നമ്മൾ അത്തഹിയ്യാത്ത് ചൊല്ലുമ്പോ അല്ലാഹുമ്മ ഗ്ഫിർലീ മാ ഖദ്ദംതു വമാ അഖർതു, പിന്നെ പറയുന്ന അസ്റർതു വമാ അഅ്ലൻതു എന്നൊക്കെ പറയുന്നില്ലേ, അസ്റർതു അഅ്ലൻതു എന്നൊക്കെ പറയുന്ന ആശയമാണ് ഇവിടെയും. ഞാൻ സ്വകാര്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ഒക്കെ റബ്ബേ നീ എനിക്ക് പുറത്തു തരണം. കണ്ടോ, സുജൂദിന്റെ അവസരത്തിൽ അള്ളാഹിനോട് ഏറ്റവും അടുക്കണ നേരം, ഇനി അള്ളാഹിനോട് അടുക്കണ നേരം വേറല്ല, അഖ്റബാണ്. അടിമേറ്റവും അല്ലാഹുവിനോട് അടുക്കുന്ന അവസരമാണ്. ആ അവസരത്തിൽ അതങ്ങനെ ധാരാളമായി പറഞ്ഞോളൂ. ഫർളിൽ ഒഴിവ് കിട്ടുമ്പോ അങ്ങനെ പറഞ്ഞോളൂ. സുന്നത്ത് നിസ്കരിക്കുമ്പോ നമ്മളൊരു ഇമാമിന്റെ പിന്നിൽ വല്ലാത്ത ഘട്ടത്തിൽ നമ്മുടെ തന്നെ നിയന്ത്രണത്തിലാണല്ലോ നമ്മുടെ നിസ്കാരം. അപ്പൊ അധികരിപ്പിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര നേരവും സുജൂദിൽ കിടക്കാം, കരഞ്ഞുകൊണ്ട് പറഞ്ഞോളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്പ്രദായം അതാ. ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മുടെ ഉമ്മ വിശദീകരിച്ചു തരികയാണ്, ഫഖത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൻ മിനൽ ഫിറാശ് ഫൽതമസ്തുഹു ഫവഖഅത് യദി അലാ ബത്നി ഖദമൈഹി വഹുവ ഫിൽ മസ്ജിദി വഹുമാ മൻസൂബതാനി വഹുവ യഖൂലു അല്ലാഹുമ്മ അഊദു ബിറിളാക മിൻ സഖതിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക ലാ ഉഹ്സീ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയതായി കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ, ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മ, നമ്മുടെ മഹദിയായ ഉമ്മ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഫഖത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൻ മിനൽ ഫിറാശ്, ഒരു രാത്രിയിൽ എന്റെ വിരിപ്പിൽ എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണാതായി. നബിയെ കാണുന്നില്ല ഒരിക്കൽ. ഫൽതമസ്തുഹു, അപ്പൊ ഞാൻ നബിയെ അന്വേഷിച്ചു, എവിടെ പോയി നബി? അങ്ങനെ ഇരുട്ടാണല്ലോ, അങ്ങനെ തപ്പുകയാണ്. ഫവഖഅത് യദീ, എന്റെ കൈ ചെന്നുപോയി മുട്ടി, അലാ ബത്നി ഖദമൈ, അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്പാദങ്ങളിൽ പോയി എന്റെ കൈ മുട്ടി. നബിന്റെ കാലുകളിൽ പോയി, കാലിന്റെ പള്ളമേൽ എന്റെ കൈ പോയി ചെന്നു.
വഹുവ ഫിൽ മസ്ജിദി, അവിടുന്ന് പള്ളിയിലാണ്. വഹുമാ മൻസൂബത്താൻ, ഇത് രണ്ടും നാട്ടി വെച്ചിരിക്കുകയാണ് ആ കാലിന്റെ വള്ളകൾ എന്ന് പറഞ്ഞാൽ സുജൂദിലാണല്ലോ ആ രംഗം വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടക്കുകയാണ്. ഞാനിങ്ങനെ കാതോർത്തു എന്താ മുത്തുനബി പറയുന്നത്. വഹുവ യഖൂൽ, ആ സുജൂദിൽ കിടന്നിട്ട് മുത്തുനബി ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ അഊദു ബിറിളാക മിൻ സഖതിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക ലാ ഉഹ്സീ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. അല്ലാഹുവേ, ഇതാ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. ബിറിളാക, നിന്റെ പൊരുത്തത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു. മിൻ സഖതിക, നിന്റെ കോപത്തിൽ നിന്ന്. പടച്ചോനെ, നിന്റെ തൃപ്തി, ആ തൃപ്തി മുഖേന ഞാൻ കാവലിന് ചോദിക്കുന്നു. നിന്റെ കോപത്തിൽ നിന്ന് എന്നോട് കോപിക്കരുതേ, ദേഷ്യപ്പെടരുതേ. നിന്റെ ശിക്ഷയില്ലെന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. നിന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു. മിൻക, നിന്നിൽ നിന്നുണ്ടാകാവുന്ന ഏത് നിലക്കുള്ള പരീക്ഷണങ്ങളിൽ നിന്നും പടച്ച തമ്പുരാനെ ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു. ലാ ഉഹ്സീ സനാഅൻ അലൈക, നിന്നെ പുകഴ്ത്തിക്കാൻ എനിക്ക് വാക്കുകളില്ല. നിന്നെ എങ്ങനെ പുകഴ്ത്തിയിട്ട് ക്ലിപ്തപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. നിന്റെ മഹത്വവും നിന്റെ വാഴ്ചയും നിന്റെ പുകഴ്ചയും പറയാൻ, അത് എണ്ണിക്കണക്കാക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. അൻത കമാ അസ്നൈത അലാ നഫ്സിക, നീ നിന്നെ എപ്രകാരം പുകഴ്ത്തിയിട്ടുണ്ടോ അപ്രകാരമാണ് നീ. നിന്നെ പുകഴ്ത്തി മതിയാക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. അളവറ്റ പുകഴ്ചക്ക് അർഹനല്ലയോ റബ്ബേ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ഒരു പെണ്ണ് ഭാര്യ ഭർത്താവിനെ തൊട്ടാലും ഭർത്താവ് ഭാര്യയെ തൊട്ടാലും തൊട്ടവന്റെയും തൊടപ്പെട്ടവന്റെയും വുളു മുറിഞ്ഞുപോയി എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ചില മദ്ഹബുകളിൽ ഉണ്ട്, ശരിയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ, ആ വീക്ഷണം ശരിയല്ല. അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ കിടക്കുന്ന അവസരത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പോയിട്ട് തൊടുന്നു. ഒരു സുജൂദിലായ അവസരത്തിൽ നബിയെ ആയിഷ ബീവി എന്ന ഭാര്യ തൊട്ടല്ലോ. ആരാ തൊട്ടരെന്ന് വിചാരിച്ച റസൂലിന്റെ തിരിഞ്ഞിന്റെ നിസ്കാരം ബാത്തിലായി പോയല്ലോ. കാരണം ഉളു മുറിഞ്ഞതോടുകൂടി നിസ്കാരം പോയല്ലോ എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നില്ല. നിസ്കാര ശേഷം വിശദീകരിച്ചു കൊടുത്തതുമില്ല. ആയിഷ, ഞാൻ നിസ്കരിക്കുകയായിരുന്നല്ലോ, നീ എന്റെ ഭാര്യയല്ലേ, പെണ്ണല്ലേ, നീ തൊട്ടുപോയില്ലേ, എന്റെ ഉളു മുറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് നബി അതൊട്ട് തിരുത്തിയിട്ടുമില്ല. അത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്, വേറെ മസലയാണ്. എന്തായിരുന്നാലും നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ, ഇങ്ങനെ സുജൂദിന്റെ അവസരത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങനെ സുജൂദിൽ കിടക്കുമ്പോ പല കാര്യങ്ങളും നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ വന്ന പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ പഠിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം. ചില സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, മലയാളത്തിൽ പ്രാർത്ഥിച്ചുകൂടെ? അങ്ങനെ മറ്റൊരു ഭാഷയിൽ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നൊരു മാതൃകയില്ല. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, സുജൂദിൽ കിടന്നുകൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് നാവ് ഒരു നിർബന്ധ ഘടകമല്ലല്ലോ. പ്രാർത്ഥിക്കുമ്പോ നാവ് കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്ത, സംസാരശേഷിയില്ലാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുമ്പോ നമുക്ക് ആ നിലക്ക് അറിവില്ലാത്ത ആളുകൾക്ക് സുജൂദിൽ കടന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കാം. എന്നാൽ മലയാളത്തിൽ അത് എടുത്തു പറയുന്നതിന് നമുക്ക് തെളിവ് കാണുന്നില്ല. അത് നമ്മൾ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായിരുന്നാലും സുഹൃത്തുക്കളെ, അല്ലാഹുവുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള അവസരത്തിൽ നമ്മൾ നമ്മുടേതായ ആ മനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പാപമോചനമാണ്. പ്രവാചക പ്രാർത്ഥനകളിലൊക്കെ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കാണുന്നതും അതിന് തന്നെയാണ്. അത് നമ്മൾ പ്രത്യേകം നമ്മുടെ സുജൂദുകളിൽ അധികരിപ്പിക്കുക. പിന്നെ സുജൂദ് കഴിഞ്ഞാലോ, സുജൂദ് കഴിഞ്ഞാൽ കൂട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, വേറെയും ചില സുജൂദുകളുണ്ട്. ഇന്ന് തിലാവത്തിന്റെ സുജൂദാണ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന സുജൂദ്. ശുദ്ധ ഖുർആനിലെ 15ഓളം സ്ഥലങ്ങളിൽ പ്രത്യേകം പാരായണം ചെയ്യുന്ന വേളയിൽ ആ പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ഖുർആനിൽ അടയാളപ്പെടുത്തിയത് കാണാം. അത് നിസ്കാരത്തിന്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും അവിടെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. വിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയിട്ടുള്ള അധ്യായമായ ഇഖ്റ ബിസ്മി എന്ന് തുടങ്ങുന്ന അധ്യായം,
ഇതിന്റെ അവസാനം കാണാം, കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്, ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ് എന്ന് നമുക്കതിൽ കാണാം. അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അത്തരം ആയത്തുകൾ ഓതുമ്പോൾ നമ്മൾ പുറത്തിരുന്ന് ഖുർആൻ ഓതുകയാണെങ്കിൽ ഖുർആൻ അങ്ങ് അടച്ചു വെച്ചുകൊണ്ട് നമ്മൾ നേരെ അങ്ങ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നേരെ സുജൂദിലേക്ക് പോകുന്നു. ഒരൊറ്റ സുജൂദാണ് തിലാവത്തിന് ചെയ്യാനുള്ളത്, 2 സുജൂദില്ല. തിലാവത്തിന്റെ സുജൂദ് ഒറ്റ സുജൂദാണ്. ആ സുജൂദിൽ കിടന്നുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നു. എന്താണ് ആ സുജൂദിൽ കിടന്നുകൊണ്ട് നമ്മൾ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് കാന ഇദാ സജദ ഖാല അല്ലാഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ സുജൂദിൽ ഖുർആൻ. ഇങ്ങനെ ഖുർആൻ ഓതുന്ന സുജൂദിൽ, തിലാവത്തിന്റെ സുജൂദിൽ അവിടുന്ന് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി. എന്റെ മുഖം ഇതാ സുജൂദിൽ കിടന്നിരിക്കുന്നു. ആർക്ക് വേണ്ടി? ആരുടെ മുമ്പിലാണ്? ലില്ലദീ ഖലഖഹു, അതിനെ സൃഷ്ടിച്ചവൻ, എന്റെ മുഖത്തെ പടച്ചവൻ, വസവ്വറഹു, അതിനെ രൂപപ്പെടുത്തിയവൻ, വശഖ്ഖ സംഅഹു വബസറഹു, അതിന്റെ കണ്ണും കാതും കീറിയവൻ, ബിഹൗലിഹി വഖുവ്വതിഹി, അവന്റെ മാത്രം പവറും ശക്തിയും ഒന്നുകൊണ്ട് മാത്രമാണ് എന്നെ പടച്ചത്, എന്നെ രൂപപ്പെടുത്തിയത്, എന്റെ കണ്ണും കാതും ഒക്കെ കീറിയത്, അതൊക്കെ ഉണ്ടാക്കി തന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു വർദ്ധനവ് കൂടി കാണാം, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു എത്രയോ അനുഗ്രഹീതനായിരിക്കുന്നു. പടച്ചവന്മാർ അതാ സൃഷ്ടിക്കുന്നവരിൽ ഏറ്റവും നല്ല നിലക്ക് എല്ലാം കൃത്യമായും ഭംഗിയായും സൃഷ്ടിച്ചവനല്ലയോ? ആ നിലക്കുള്ള ഒരു ദുആ ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സുജൂദ് ചെയ്യുമ്പോ ഈ പ്രാർത്ഥനയും പറയാറുണ്ട്, അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ സുജൂദ് ചെയ്തിരിക്കുന്നു. വബിക ആമൻതു, നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വലക അസ്ലംതു, നിനക്ക് ഞാൻ സമ്പൂർണ്ണമായും കീഴ്പ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പിന്നെ സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സംഅഹു വബസറഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇതൊക്കെ നിങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ നിന്നോ പ്രാർത്ഥനകൾ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളിൽ നിന്നോ പുസ്തകങ്ങളിൽ നിന്നോ ഒക്കെ നോക്കിയിട്ട് ഞാനൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടെത്തി മനഃപ്പാടമാക്കി അതാതിന്റെ അവസരങ്ങളിൽ അത് നിർവഹിക്കണേ എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനി സുഹൃത്തുക്കളെ, മറ്റൊരു സുജൂദാണ് സുജൂദ് സഹ്വ്, മറവിയുടെ സുജൂദ്. മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ മറവി സംഭവിക്കാമല്ലോ. അങ്ങനെ 2 നിസ്കരിക്കാം, 3 നിസ്കരിക്കാം, 4 നിസ്കരിക്കാം. 4 3 റക്അത്ത് ചൊല്ലി സലാം വീട്ടുകയും ചെയ്തേക്കും. അങ്ങനെ മറവി സംഭവിക്കാം. ഇങ്ങനെ മറവി സംഭവിക്കുമ്പോൾ ആ മറവിക്ക് പകരമായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു സുജൂദ് സഹ്വിന്റെ സുജൂദ്. അത് 2 എണ്ണമാണ്. സജദത്തൈ സഹ്വാണ് സുജൂദിന്റെ. ആ സഹ്വിന്റെ സുജൂദ് 2 എണ്ണമുണ്ട്. ആ മറവിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന സുജൂദിൽ എന്താ ചൊല്ലേണ്ടത്? അവിടെ പ്രത്യേക പ്രാർത്ഥനയുണ്ടോ? ഇല്ല. അവൾ മുമ്പെങ്ങോ കേട്ട് പഠിച്ചിട്ടുണ്ട് പലപ്പോഴും. സുബ്ഹാനമല്ലാ യനാമു വലാ യസ്ഹു എന്ന് പറയേണ്ടതുണ്ട് എന്ന് കാണാം ചില കിതാബുകളിലൊക്കെ. അർത്ഥവും ആശയവും ഒക്കെ ശരിയാണ്. സന്ദർഭത്തിൽ യോജിച്ചുകൊണ്ട് ആരോ ഉണ്ടാക്കിയ ഒരു പ്രാർത്ഥനയായിരിക്കാം അത് എന്നാണ് ഈ ഉള്ളവൻ മനസ്സിലാക്കുന്നത്. സുബ്ഹാനമല്ലാ യനാമു വലാ യസ്ഹു, ഉറങ്ങുകയോ മറവി ബാധിക്കുകയോ ചെയ്യാത്ത എന്റെ നാഥൻ എത്ര പരിശുദ്ധനാണ്. അതാണ് അതിന്റെ ആശയം. അതാണ് ആ സുജൂദിൻ സഹ്വിൽ ചൊല്ലേണ്ടത് എന്ന് ചില പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചത് കാണാം. ലാ അസ്ല ലഹു, അതിന് അടിസ്ഥാനമില്ല. അങ്ങനെ പ്രത്യേക പ്രാർത്ഥന സഹ്വിന്റെ സുജൂദിൽ ചൊല്ലാനില്ല. മറിച്ച് നമ്മൾ സാധാരണ സുജൂദിൽ ചൊല്ലുന്നത് എന്താണെങ്കിൽ അത് തന്നെ മതി മറവിയുടെ സുജൂദിലും ചൊല്ലാൻ. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, മറ്റൊരു സുജൂദാണ് സുജൂദ് ശുക്ർ. ശുക്റിന്റെ സുജൂദ്, ശുക്റിന്റെ 2 റക്അത്ത് സുന്നത്ത് എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിച്ചവരുണ്ട്. ശുക്റിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കല്ല, ശുക്റിന്റെ സുജൂദാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തോഷകരമായ വല്ല വാർത്തയും കേട്ടാൽ, സന്തോഷകരമായ വല്ല വാർത്തയും കേട്ടാൽ റസൂലുള്ള നിന്ന നിപ്പിൽ തന്നെ ഖർറ സാജിദാ, സുജൂദിലേക്ക് തന്നെ വീഴാറുണ്ടായിരുന്നു. ഒരൊറ്റ സുജൂദാണ് അതും. ശുക്റിന് അല്ലാഹു
അള്ളാഹ്ക്ക് ശുക്ർ പറഞ്ഞുകൊണ്ടുള്ള ഒറ്റ സുജൂദാണ്. ഇതിലും പ്രത്യേകമായി ചൊല്ലി പറയാനൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ ആ സുജൂദാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇങ്ങനെ സുജൂദുകൾ പലവിധമുണ്ട്. വിശദവിവരങ്ങൾ കർമ്മശാസ്ത്ര പഠനങ്ങളിലാണ് നമുക്ക് വിശദീകരിക്കേണ്ടത്. ഞാനിതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾക്കാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതേപോലെ തന്നെ രണ്ട് സുജൂദുകൾക്കിടയിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആ ഒരൊറ്റ ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. രണ്ട് സുജൂദുകൾക്കിടയിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നത് എന്താണ്? സഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ബൈന സജ്ദതൈനി റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് സുജൂദുകൾക്കിടയിൽ ഇങ്ങനെ പറയാറുണ്ട്. ഏറ്റവും ലളിതമായൊരു പ്രാർത്ഥനയാണത്. അല്പം വലിയൊരു പ്രാർത്ഥന ശേഷം വിശദീകരിക്കാനുണ്ട്. ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടി മനസ്സിലാക്കാനുള്ള ഒരു പ്രാർത്ഥനയാണെന്ത്? റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി. റബ്ബി, എന്റെ റബ്ബേ, ഗഫിർലി, നീ എനിക്ക് പുറത്തു തരണം. പിന്നെയും പറയുന്നു റബ്ബിഗ്ഫിർലി, റബ്ബേ നീ എനിക്ക് പുറത്തു തരണം, നീ എനിക്ക് പുറത്തു തരണം. അത് ചുരുങ്ങിയ നിലക്കുള്ള ഒരു പ്രാർത്ഥനയാണ് രണ്ട് സുജൂദുകൾക്കിടയിൽ. അതേ അവസരത്തിലതാ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ അതാ പ്രാർത്ഥിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ബൈന സജ്ദതൈനി അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വഹ്ദിനി വആഫിനി വർസുഖ്നി. വേറെ ചില റിപ്പോർട്ടിൽ വജ്ബുർനി എന്നും കാണാം. ഈ പറഞ്ഞ ഞാനിപ്പോൾ വായിച്ചത് അബൂദാവൂദിൽ വന്ന റിപ്പോർട്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂൽ രണ്ട് സുജൂദുകൾക്കിടയിലെ ഇരുത്തത്തിൽ പറഞ്ഞിരുന്നു 5 കാര്യങ്ങൾ. അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുവേ നീ എന്നോട് പൊറുക്കണമേ, നീ എനിക്ക് പുറത്തു തരണമേ. മഗ്ഫിറത്തിനെ ചോദിക്കുകയാണ്. വർഹംനി, നീ എന്നോട് കരുണ കാണിക്കണം, റഹ്മത്തിനെ ചോദിക്കുകയാണ്. വഹ്ദിനി, നീ എന്നെ നേർവഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ, ഹിദായത്തിനെ ചോദിക്കുകയാണ്. വആഫിനി, നീ എനിക്ക് ആരോഗ്യം നൽകണേ, സുഖം നൽകണേ, ആഫിയത്തിനെ ചോദിക്കുകയാണ്. വർസുഖ്നി, നീ എനിക്ക് വിഭവം നൽകണേ, ആഹാരം നൽകണേ, ഭക്ഷണം നൽകണേ, റിസ്ഖിനെ ചോദിക്കുകയാണ്. 5 കാര്യങ്ങൾ അവിടെ വരുന്നു. ഇതൊക്കെ മനസ്സ് തട്ടിക്കൊണ്ട് ചോദിക്കണം. നമ്മളിങ്ങനെ ഒരു കടമ നിർവഹിക്കുകയാണ്. ഒരു സുജൂദാൻ കഴിഞ്ഞു, നീറ്റ് ഇരുന്നില്ല, അപ്പോഴേക്ക് പോയി അടുത്തേക്ക് ഇരിക്കാനൊക്കെ തുമൈനീനത്തുണ്ടോ, അടക്കമുണ്ടോ, ഒതുക്കമുണ്ടോ? എത്ര സ്പീഡിലാണ് നമ്മുടെ നിസ്കാരം, എത്ര പെട്ടെന്നാണ് നിസ്കരിക്കുന്നത്. വിഷമം വന്നാൽ അല്ലാഹുവിന്റെ റസൂലിന് നിസ്കാരത്തിൽ വലിയ ആനന്ദമായിരുന്നു എന്നാ പറയുന്നത്. നമുക്ക് നിസ്കാരം കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നാണ്, ഇത്രയും പെട്ടെന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നാണ്, അല്ലേ? നിസ്കാരത്തിലെ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ തട്ടുമ്പോ അതെന്തൊരു ആനന്ദമായിരിക്കും നമ്മുടെ മനസ്സിന്. മനസ്സിൽ തട്ടി പറഞ്ഞു നോക്കൂ സുഹൃത്തുക്കളെ, നമ്മൾ ആ രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇരിക്കുമ്പോ പറയുന്നത് എന്താണ്? പടച്ചോനെ, നീ എനിക്ക് പുറത്തു തരണം, നീ എന്നോട് കരുണ കാണിക്കണം. വഹ്ദിനി, നീ എനിക്ക് നേർവഴിയിലാക്കി തരണം. വആഫിനി, നീ എനിക്ക് സൗഖ്യം നൽകണം, ആരോഗ്യം നൽകണം. വർസുഖ്നി, നീ എനിക്ക് റിസ്ഖിനെ തരണം. 5 കാര്യങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്ന് പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അല്ലാഹുവിന്റെ റഹ്മത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. പിന്നെ വഹ്ദിനി, നീ എനിക്ക് ഹിദായത്ത് തരണം. അഥവാ ഹിദായത്ത് കിട്ടിയിട്ടല്ലേ ഇപ്പൊ നിസ്കരിക്കുന്നത്, ആ കിട്ടിയ ഹിദായത്തിൽ ഉറപ്പിച്ചു തരണം എന്നാ പറയുന്നത്. നമ്മളൊക്കെ നിസ്കരിക്കുമ്പോ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരിന്റെ വഴിയിൽ ഉറപ്പിച്ചു തരണേ എന്ന് പറയുന്നില്ലേ? പടച്ചതമ്പുരാനെ, എപ്പോഴും തെറ്റിപ്പോകാമല്ലോ, മനസ്സല്ലേ പതറിപ്പോകാമല്ലോ. വഹ്ദിനി, ആ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തണം റബ്ബേ. ഈ 3 കാര്യങ്ങളുടെ പുറമെ പിന്നെ ചോദിക്കുന്നത് വആഫിനി വർസുഖ്നി, ആരോഗ്യവും തരണം, റിസ്ഖും തരണം. ഇസ്ലാമിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരു കാര്യം ശരിയാവണമെങ്കിൽ പ്രവർത്തിക്കുക കൂടി ചെയ്യണം. വെറും പ്രാർത്ഥിച്ചിട്ടിരുന്നാ മതിയോ? ഞാൻ ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പടച്ചവനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കോ? ഇല്ല. നമ്മൾ പറയും, എന്താടോ നിങ്ങളെന്താ ഇസ്ലാമിന്റെ മാർഗമൊക്കെ ഒന്ന് പഠിക്കണ്ടേ, ഹിദായത്ത് എന്താന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ, എനിക്ക് തെറ്റും ശരിയൊക്കെ മനസ്സിലാകുന്ന നിലക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണ്ടേ, ക്ലാസ്സിന് വരണ്ടേ, കേൾക്കണ്ടേ, പഠിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോ പറയും, എന്ത് ചെയ്യാനാ, എനിക്ക് സമയമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനൊക്കെ അള്ളാഹിനോട് 5 വക്തിലും പറയുന്നുണ്ട് വഹ്ദിനി,
എന്നെ എനിക്ക് പുറത്തു തരണം, എനിക്ക് ഹിദായത്തിലാക്കണം, അതുപോലെ തന്നെ റഹ്മത്ത് തരണം എന്നൊക്കെ നമ്മൾ നിസ്കാരത്തിൽ പറയുന്നുണ്ടല്ലോ. അതൊക്കെ അല്ലാതെ ഇപ്പൊ എന്താ എന്നെ കൊണ്ട് കഴിയാന്ന് പറയുന്ന അതേ മനുഷ്യൻ അവൻ ഇതും ചോദിച്ചിട്ടുണ്ടല്ലോ. എന്ത്? വാഫിനി, നീ എനിക്ക് ആരോഗ്യം തരണേ റബ്ബേ, വർസുഖ്നി, എനിക്ക് റിസ്ക് തരണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് വാതിലടച്ച് ഇരിക്കാറുണ്ടോ? എന്തിനാടോ പണിക്ക് പോണത്? തൊഴിലിന് പോണെന്തിനാ? ഓവർ ടൈം ചെയ്യുന്നത് എന്തിനാ? റിസ്ക് കിട്ടണമെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, റിസ്ക് കിട്ടേണ്ട വഴി തേടി പോകണമെന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയാം. ആഫിനി, ആരോഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ചോണ്ട് മാത്രം കാര്യമല്ല, രോഗം വന്നാൽ ചികിത്സിക്കണം. കണ്ടിട്ടില്ലേ ചില മനുഷ്യന്മാർ രാവിലെ പള്ളിയിൽ വരാൻ അവന് തയ്യാറില്ലാത്തവൻ 5 മിനിറ്റ് അള്ളാഹുടെ പള്ളിയിലേക്കൊന്ന് നടക്കടോ, പടച്ചോന്റെ പള്ളിയിൽ പോയിട്ടൊന്ന് സുജൂദിലേക്ക് വായോ എന്ന് വിളിക്കുമ്പോ തയ്യാറില്ലാത്തവൻ. ഡോക്ടർ പറഞ്ഞു അവനോടെന്ത്? രാവിലെ നീറ്റ് ഓടണം, രാവിലെ നീറ്റ് ഓടണം എന്ന് പറഞ്ഞ എഴുന്നേറ്റില്ലേ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് എന്താ ഓട്ടം? ഓടല്ലേ, എന്ത് സ്പീഡിലാ ഓടുന്നത്? എടോ 5 മിനിറ്റ് പള്ളിയിലേക്ക് വായോ, ഹയ്യാലസ്സലാ, നിസ്കാരത്തിലേക്ക് വരൂ, ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വന്നോളൂ, അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ നിനക്ക് നല്ലത്, ഏറ്റവും നല്ലൊരു നിസ്കാരമാണ് എന്നൊക്കെ വിളിച്ചു പറയുമ്പോ പള്ളിയിലേക്ക് പോകാൻ കൂട്ടാക്കാത്ത മനുഷ്യൻ ഒരിക്കൽ ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് പോയപ്പോ പറഞ്ഞു ഷുഗറാ, കൊളസ്ട്രോളാ, കാരണം കഴിക്കേണ്ടതിലൊക്കെ അപ്പുറം കഴിച്ചു പോയിട്ടുണ്ട്, കോട്ട തികഞ്ഞു, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കണം, അതുകൊണ്ട് ഓടണം, രാവിലെ ഓടിക്കോ എന്ന് പറഞ്ഞപ്പോ അലാറം വെച്ച് മുഴക്കിയിട്ട് രാവിലെ നീറ്റുകൊണ്ട് കടപ്പുറത്തുകൂടെ അല്ലെങ്കിൽ മൈതാനത്തുകൂടെ ഫുട്പാത്തിലൂടെ മണിക്കൂറുകളോളം കിതച്ച് വിയർത്ത് ഓടുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ മുമ്പിലെന്തേ നിനക്കതിന് കഴിയാതെ പോയി? കണ്ടോ, ഇവിടെ ആഫിനി, ഞാൻ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആഫിയത്ത് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ടോ? ഇല്ല. ആഫിയത്ത് കിട്ടേണ്ട വഴി തേടി പോകുന്നില്ലേ? ആരോഗ്യത്തിന് വേണ്ടി വ്യായാമം ചെയ്യാൻ തയ്യാറാണ്, ചികിത്സിക്കാൻ തയ്യാറാണ്. വർസുഖ്നി, റിസ്ക് തരണേ പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നില്ല, റിസ്ക് കിട്ടാൻ വേണ്ടി ഓവർ ടൈം വരെ ചെയ്യാൻ തയ്യാറാണ്. അതേ അവസരത്തിൽ ആ ആഫിനി വർസുഖ്നി എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ടല്ലേ സുഹൃത്തെ നമ്മൾ ചോദിച്ചത് അള്ളാഹിനോട്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി, ഈ 3 കാര്യം നിനക്ക് വെറും പ്രാർത്ഥന മതിയെന്നും പിന്നെ ചോദിച്ച 2 എണ്ണത്തിന് പ്രാർത്ഥന പോരാ, പ്രവർത്തനവും വേണമെന്നുള്ള ഇരട്ടത്താപ്പ് എവിടുന്നാ കിട്ടിയത്? ഹിദായത്ത് കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, പഠിക്കണം, അധ്വാനിക്കണം, ഹിദായത്തിന്റെ വഴി അന്വേഷിക്കണം, വലാലത്തിന്റെ കക്ഷികളെ കുറിച്ച് പഠിക്കണം, വലാലത്തുകാരുടെ വാദങ്ങൾ മനസ്സിലാക്കണം, അതിനവരെ കുറിച്ച് കേൾക്കണം, അവരുടെ പ്രസംഗങ്ങൾ കേൾക്കണം, അവരുടെ വാദങ്ങൾ എന്താണ് ഖണ്ഡിക്കുന്നതെങ്കിൽ അത് കേൾക്കണം. അതൊക്കെ വെറുതെയാണ്, അതിലൊന്നും എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ വേറെ ചിലർ ചെയ്തോളെന്ന് പറഞ്ഞിട്ട് എനിക്കതിനൊന്നും നേരല്ല, ഈ കാര്യങ്ങളിലൊന്നും കക്ഷി ചേരാൻ ഞാനില്ല, എനിക്ക് എന്റെ പ്രശ്നം തന്നെ ഒരുപാട് ബിസിയാണ് എന്ന് പറഞ്ഞിട്ട് ദീന് പഠിക്കുന്നതില്ലെന്ന് പിറകോട്ട് പോകുമ്പോ, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടേണ്ട മാർഗങ്ങളിൽ നിന്ന് മാറിപ്പോകുമ്പോ, പടച്ചവന്റെ റഹ്മത്തിന് വേണ്ട വഴികൾ അന്വേഷിക്കാതെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നെട്ടോട്ടമോടുമ്പോ 5 കാര്യത്തിന് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് 3 കാര്യം അവഗണിക്കുകയും 2 കാര്യത്തിന് വേണ്ടി നിസ്കാരത്തിന്റെ ശേഷവും അധ്വാനിക്കുകയും ചെയ്യുന്നു. ഇത് ശരിയാണോ? നിങ്ങൾ പറയും, ഇത് ശരിയാണോ? 5 കാര്യം ഒരേ നാവുകൊണ്ട് ഒരേ ഇരിപ്പിൽ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുക, എന്നിട്ട് ആ 5 കാര്യത്തിൽ 2 കാര്യത്തിന് വേണ്ടി നിസ്കാരം കഴിഞ്ഞാലും അധ്വാനിക്കാം, 3 അധ്വാനിക്കൂല. എന്താ കാരണം? 3 പരലോകത്ത് വെച്ച് നടക്കുന്ന കാര്യങ്ങളാ, അതവിടെ കാണാം. ഇപ്പൊ വേണ്ടത് ദുന്യാവാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞില്ലേ, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ചില പ്രാർത്ഥനക്കാര്, മനുഷ്യന്മാരിൽ ചില ആളുകളുണ്ട്, അവര് ദുആ ചെയ്യുന്നുണ്ട്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, പടച്ചോനെ ദുനിയാവിൽ ദുനിയാവിൽ തരണേ ആഫിയത്ത് തരണേ, വീടില്ല, കടമാണ്, പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടാ, രക്ഷിക്കണേ, സഹായിക്കണേ. ദുന്യാവിന് വേണ്ടി മാത്രം തേടുന്നവർ, ആഖിറത്തിൽ അവർക്കൊന്നും ഓഹരിയില്ല. അതേ അവസരത്തിൽ മിൻഹും, വിശ്വാസികൾ ജനങ്ങളിൽ തന്നെയുണ്ട് ഒരു കൂട്ടർ, യഖൂലു, അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ഇഹത്തിലും പരത്തിലും നല്ലത് തരണേ, പരത്തിൽ വെച്ച് തരുന്ന കാര്യങ്ങളിൽ ഏറ്റവും എനിക്കാവശ്യം കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണം തമ്പുരാനേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ട്. അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഓഹരി നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് എന്നാണ് അതിന്റെ ആശയം.
അപ്പോ നമ്മൾ നിസ്കാരത്തിന്റെ അകത്ത് ചൊല്ലുന്ന ഈ പ്രാർത്ഥനയില് അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയോട് യോജിക്കുന്ന പ്രവർത്തനം പുറത്തുനിന്ന് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതല്ലാതെ ആഫിയത്തിനും റിസ്ക്കിനും ഒക്കെ വേണ്ടി തേടും വേണം, പണിയെടുക്കും വേണം. ഹിദായത്തിന് വേണ്ടി തേടിയാൽ മതി, ഹിദായത്തിന്റെ വഴിയൊന്നും അന്വേഷിക്കേണ്ട, അതിനൊന്നും എനിക്ക് പറ്റൂല, അത് ശരിയല്ല. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സഫലമായി തീരാൻ നമ്മളാൽ കഴിയേണ്ട അധ്വാനങ്ങൾ ചെയ്യുകയും വേണം. അപ്പോഴേ ആ പ്രാർത്ഥന കബൂലാകൂ. കല്യാണമൊന്നും കഴിക്കാത്തൊരു ചങ്ങാതി ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് ദുആ ചെയ്യാ, പടച്ചോനെ ഒരു കുട്ടിനെ തരണം, കുട്ടിനെ തരണം, കല്യാണം കഴിക്കണ്ടേ? അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമികമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അങ്ങനെ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളോട് കൂറ് പുലർത്തണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയെ നാം പിൻപറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചക ചര്യയെ അനുധാവനം ചെയ്യുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. بسم الله الرحمن الرحيم. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا إن الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة.
يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമസ്കാരത്തിനകത്ത് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദുആകളെയും ദിക്റുകളെയും സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സുജൂദും അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും അതായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുമ്പായി നാം നിർവഹിക്കുന്ന തശഹുദിനെ സംബന്ധിച്ചാണ്. അതല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകാൻ നമ്മൾ പറയാറുള്ളത് അത്തഹിയാത്തിനെ സംബന്ധിച്ചാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വ്യത്യസ്തങ്ങളായ രീതിയിൽ തശഹുദുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്ത രീതികളിൽ, വ്യത്യസ്ത രൂപങ്ങളിൽ പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള പ്രാർത്ഥനകൾ അങ്ങനെ പല ഘട്ടങ്ങളിലായി നമ്മളും പല രീതിയിൽ നിർവഹിക്കുന്നതാണ് അഭികാമ്യം എന്ന് മുമ്പും നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്ന അവസരത്തിൽ സൂചിപ്പിച്ചിരുന്നത് ബഹുമാന്യരായ ശ്രോതാക്കൾ മനസ്സിലാക്കിയിരിക്കും എന്ന് ഉണർത്തുകയാണ്. വ്യത്യസ്തങ്ങളായ രൂപത്തിൽ വന്ന റിപ്പോർട്ടുകളെ പ്രവാചകനിൽ നിന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ട പ്രാർത്ഥനയുടെ രൂപങ്ങൾ വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുള്ളത് അങ്ങനെ തന്നെ മാറ്റങ്ങൾ വരുത്താതെ ചൊല്ലുകയാണ് സത്യവിശ്വാസികളായ ആളുകൾ ചെയ്യേണ്ടത്. പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട തശഹുദിന്റെ രൂപം അല്ലെങ്കിൽ അത്തഹിയാത്ത് എന്ന ആ പ്രകീർത്തനത്തിന്റെ അല്ലെങ്കിൽ അതിലടങ്ങിയ പ്രാർത്ഥനയുടെ രൂപം ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു രൂപമാണ്. അത് ബുഖാരിയിലും മുസ്ലിമിലും കാണാൻ കഴിയുന്ന വസ്തുതയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു, കുന്നാ ഇദാ സല്ലൈനാ ഖൽഫൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുൽനാ അസ്സലാമു അലാ ജിബ്രീല വമികാഈൽ അസ്സലാമു അലാ ഫുലാനിൻ വഫുലാനിൻ فالتفت إلينا رسول الله صلى الله عليه وسلم فقال إن الله تعالى هو السلام فإذا صلى أحدكم فليقل التحيات لله والصلوات والطيبات السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين فإنكم إذا قلتموها أصابت كل عبد صالح في السماء والأرض أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. തശഹുദിന്റെ ഒരു രൂപം ഈ ഹദീസിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ പറയുന്ന ഈ വിഷയത്തിലേക്ക് ചർച്ച ചെയ്യുന്നതിന്റെ മുമ്പ് മറ്റൊരു റിപ്പോർട്ടിൽ വന്ന രൂപവും കൂടി നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂല് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുന തശഹുദ കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു അധ്യായം ഞങ്ങളെ പഠിപ്പിക്കും പ്രകാരം തശഹുദ് ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഫകാന യഖൂലു, അവിടുന്ന് ഇങ്ങനെ പറയുന്നു, അത്തഹിയാത്തുൽ മുബാറകാത്തുത് തയ്യിബാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് സഹീഹ് മുസ്ലിമിൽ വന്ന മറ്റൊരു രൂപമാണ്.
ഈ രണ്ട് രൂപങ്ങളാണ് ഏറെ പ്രസിദ്ധമായി നിൽക്കുന്നത്. ഈ കൂട്ടത്തിൽ അത്തഹിയാത്തുൽ മുബാറക്കാത്തു കഴിഞ്ഞതിന് ശേഷം അസ്സലവാത്തു എന്നുകൂടി വേറെ ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇതിൽ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് എന്ന രൂപവും പല ആളുകളും പറഞ്ഞു കാണുന്നത്. അങ്ങനെയായിരിക്കാം. ഏതായിരുന്നാലും ഇതിൽ വന്ന അതേ രൂപത്തിൽ തന്നെ ചൊല്ലുന്നതാണ് ഏറ്റവും കൂടുതൽ ഉത്തമം. ഇതിൽ ഏറ്റവും പ്രധാനമായത് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ വിശദീകരിക്കുന്നു. ആദ്യം പറഞ്ഞ രൂപമാണ്, അഥവാ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആ രൂപമാണ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഏറെ മികച്ചു നിൽക്കുന്നത്. എന്നാൽ മറ്റുള്ളതൊന്നും തെറ്റല്ല. എല്ലാ രൂപങ്ങളിലും പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള ഏത് രൂപത്തിലും നമുക്ക് തശഹുദ് ചൊല്ലാം. അത് ചൊല്ലുന്നതിന് വിരോധമില്ല. അതേ അവസരത്തിൽ തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി